ദില്ലിയിൽ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്ക് അഭിവാദ്യം അർപ്പിച്ച കൊച്ചിയിൽ ആസാദി യാത്ര തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വേടൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാരും വിദ്യാർത്ഥികളും യുവജന സംഘടനകളും പങ്കെടുക്കുകയാണ്. തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, ഒരു വലിയ വിപ്ലവ വിജയമാണ് ദില്ലിയിൽ അരങ്ങേറിയത്. അതിന് അഭിവാദ്യം അർപ്പിച്ച ഇപ്പോൾ കൊച്ചിയിൽ ആസാദി യാത്ര നടക്കുകയാണ്. വേടൻ ഉൾപ്പെടെയുള്ള കലാ സാംസ്കാരിക രംഗത്തെ കലാകാരന്മാരെ അടക്കമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വേടൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാരാണ് ഈ ആസാദി യാത്രയിൽ പങ്കെടുക്കുന്നത്. എറണാകുളത്ത് ഹൈക്കോർട്ട് ജംഗ്ഷൻ സമീപത്തു നിന്നാണ് ആരംഭിച്ചത്. ഇനി രാജേന്ദ്ര മൈതാനത്ത് സമാപിക്കും. അവിടം വരെ തുടരും. വേടൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ, ഒപ്പം മറ്റ് സാമൂഹിക പ്രവർത്തകർ, യുവജന സംഘടനാ പ്രവർത്തകരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം നേരത്തെ വേടൻ തന്നെ ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സമര വിജയം കണ്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ഈ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഭരണഘടനയുടെ ഒരു പകർപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ അംബേദ്കറുടെ ചിത്രവും ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, ദേശീയ പതാക ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആസാദി യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭരണഘടനയെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകുന്ന പ്രധാന ആവശ്യങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ ഉൾപ്പെടെ നിഷേധിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രവർത്തനം, അതിലാണ് വിദ്യാർത്ഥികൾ ഡൽഹിയിൽ സമരം ചെയ്തത്. ആ സമരത്തിൻ്റെ വിജയം, ആ വിജയത്തിൽ പിന്തുണ സമർപ്പിച്ചുകൊണ്ടാണ് ആ വിദ്യാർത്ഥികൾ നടത്തിയ സമരം, അതിൻ്റെ വിജയം കണ്ടതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് വേടൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഈ ആസാദി യാത്ര നടത്തുന്നത്. നമുക്ക് വേടനോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്താ കേട്ടില്ലേ ചേച്ചി പറഞ്ഞത്? ഇതിപ്പോ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ ബേസിക് ആവശ്യങ്ങൾക്കായിട്ട് ഒരു ഏറ്റവും വലിയ സ്കാമിനെതിരെ പോരാടിയിട്ട് വിജയം കൈവരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം ജനങ്ങളിലെ കൂടെ പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഈ സമാധാനപരമായിട്ടുള്ള ഈ യാത്ര. ഇല്ല, അത് ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിചാരിച്ചതിനൊക്കെ കൂടുതൽ ആൾ കൂടി, അപ്പോൾ പോലീസ് സ്വമേധയാ കേസെടുത്തു. അതിനാരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് ഒരുപാട് അവസരവാദികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ ഇതിനെ മുതലെടുക്കാനൊക്കെ ശ്രമിക്കുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെയല്ലാതെ ഇത് പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികളുടെ മാത്രം സമരമാണ്. വിദ്യാർത്ഥികളുടെ മാത്രം ധൈര്യം കൊണ്ടാണ് ഈ സമരം വിജയിച്ചിരിക്കുന്നത്. ഇതൊരു പുത്തൻ രീതിയല്ല. ഇത് ബാബാ സാഹേബ് മുതൽ മഹാവീരൻ അയ്യങ്കാളി മുതൽ ശ്രീനാരായണ ഗുരുദേവൻ മുതൽ ഇവരെല്ലാവരും തുടങ്ങി വെച്ച കാര്യങ്ങൾ ഇപ്പോഴുള്ള യുവതലമുറ അത് ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇവരാരും മറന്നുപോയിട്ടില്ല. ഈ സമത്വത്തിൻ്റെ രാഷ്ട്രീയം ഇന്ത്യ നിലനിൽക്കുന്നിടത്തോളം കാലത്തോളം നിലനിൽക്കും. ഇപ്പോൾ ഈ ആസാദി മാർച്ച് നടത്തുന്നു, ഇതിൻ്റെ ബാക്കി എങ്ങനെയാണ്? നമ്മൾ രാജേന്ദ്ര മൈതാനത്ത് ഗാന്ധി പ്രതിമയുടെ അടിയിലെത്തിയിട്ട് പ്രിയാമ്പിൾ വായിച്ച് പിരിയും. അതാണ് പ്ലാൻ. ഇങ്ങനെയാണ് അതായത് ഇവരുടെ ഇന്നത്തെ ഈ യാത്രയുടെ പദ്ധതി ഇങ്ങനെയാണ്. ഹൈക്കോടതി ജംഗ്ഷൻ മുന്നിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് ഇനി കലാകാരന്മാരും പ്രവർത്തകരും യുവാക്കളൊക്കെ ഉണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഇവർ ഇവിടെ നിന്ന് നടന്ന് ഒരു ആസാദി മാർച്ച് കാൽനടയായി നടന്നുകൊണ്ട് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ മറൈൻ ഡ്രൈവ് വഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇനി മറൈൻ ഡ്രൈവ് കഴിഞ്ഞുള്ള രാജേന്ദ്ര മൈതാനത്ത് അതിന് സമീപമുള്ള ഗാന്ധി പ്രതിമ, ആ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം മാർച്ച് സമാപിക്കുന്നു. അവിടെ വെച്ച് ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ട് ഈ മാർച്ച് പിരിയും എന്നാണ് വേടൻ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലാണൊരു ഇതുവരെ ശക്തമായ പ്രതിഷേധവും വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ് വേടൻ. ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികൾ ഉയർത്തിയപ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചി പനമ്പള്ളി നഗറിൽ ഒരു ഐക്യദാർഢ്യ കൂട്ടായ്മ നടത്തിയിരുന്നു. വേടനോടൊപ്പം വേടൻ്റെ സുഹൃത്തുക്കളായ മറ്റ് റാപ്പ് ഗായകരും അങ്ങനെ നിരവധി പേർ, കലാകാരന്മാരൊക്കെ ചേർന്നുകൊണ്ട് സാഹിത്യകാരന്മാരും ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി പനമ്പള്ളി നഗറിലെ സെൻട്രൽ പാർക്കിൽ നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് പിന്നീട് പോലീസ് കേസെടുക്കുകയും ചെയ്തത്. അതൊക്കെ വലിയ നാടകീയ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കി. കാരണം ദില്ലിയിൽ പ്രതിഷേധ സമരത്തിന് പോയ, അല്ലെങ്കിൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ ഇവിടെ സമരം ചെയ്തവർക്കെതിരെ, സമരം ചെയ്ത യുവാക്കൾക്കെതിരെ കേസെടുത്തു എന്നൊരു വൈരുദ്ധ്യം കൂടി ഇവിടെയുണ്ട്. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദില്ലിയിലെ സമരം വിജയം കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വേടൻ്റെ ഉൾപ്പെടെയുള്ള കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ഒരു ആസാദി മാർച്ച് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്നത്.